ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയതിനു ശേഷം ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത്, നിങ്ങളിൽ നിന്നും അകന്നുപോയ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ വിഷമിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളിൽ നിന്നും അകന്നുപോയൊരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടോ, ദുഃഖിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളിൽ നിന്നും അകന്നുപോയ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടോ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടോ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടോ, ഒരു കാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ട് ഇപ്പം ഈ ഒരു സമയത്ത് എന്തെങ്കിലും വിധത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അകന്നു പോയതിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടോ, അവരെന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഏസ് ഓഫ് സോൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, ഈ ഒരു നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ പിന്നെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് എന്തെങ്കിലും രീതിയിൽ വിഷമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സങ്കടമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഹെർമിറ്റ് കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. അതോടൊപ്പം തന്നെ 5 ഓഫ് വാൻഡ്സ് ഉണ്ട് സെക്കൻഡ് കാർഡ്. ഈ ഒരു രണ്ട് കാർഡുകൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നോക്കുമ്പോൾ ഈ ഒരു കാർഡുകൾ കാണിക്കുന്നത്, അവരിപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അവർ എന്തൊക്കെയോ വളരെയധികം ടെൻഷൻ അടിക്കുന്നു, അവർക്ക് ആൻസൈറ്റി ഉണ്ട്, വളരെ വിഷമിക്കുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളത് നമുക്ക് കാണുന്നത്. പക്ഷെ പുറമെ ശാന്തമായിട്ട് ഒരു ശാന്തനാണ്, ശാന്തയാണ് എന്ന രീതിയിൽ തോന്നിക്കുന്ന ഒരു രീതിയിലാണ് അവർ പുറമെ കാണിക്കുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം കുറ്റബോധം തോന്നുന്ന ഒരു സമയമാണ് അവർക്കത്. അതുപോലെ തന്നെ ഒരു ആശയക്കുഴപ്പം, ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക് മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ. നിങ്ങളെ വിട്ടുപോയ ആ ഒരു തീരുമാനത്തെക്കുറിച്ച് അവർ ഈ ഒരു സമയത്ത് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ആ ഒരു സമയത്ത് അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു കാർഡിൽ. പക്ഷെ അത് അവർ പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ഒരു ശാന്തമായിട്ട് നിൽക്കുന്ന, ഞാൻ ഓക്കെ ആണ്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷന് വളരെ കംഫോർട്ടാണ് എന്ന രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു നമുക്ക് 5 ഓഫ് വാൻഡ്സ് കാണുന്ന പോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷമങ്ങൾ, കുറ്റബോധങ്ങൾ, ബഹളങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു നിങ്ങളെ വിട്ടുപോയ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുത്തതിനെ ഓർത്തിട്ട് അവർ ഇന്നും വിഷമിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു പേഴ്സന്റെ ഒരു ബിഹേവിയർ, ക്യാരക്ടറൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവർക്ക് ശക്തമായിട്ട് നല്ല ഒരു ആത്മാഭിമാനം അല്ലെങ്കിൽ അഭിമാനമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഈഗോയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണുമായിട്ടാണ് നമുക്ക് കാണുന്നത്. അതോടൊപ്പം അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ് എന്നുള്ളതാണ്. ഇമോഷണൽ കാര്യങ്ങൾ അവരുടെ മനസ്സിനുള്ളിലുണ്ട് എങ്കിൽ പോലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ അവർ ഒരു തീരുമാനം എടുക്കുന്നത് പലപ്പോഴും ഒത്തിരി ഡിലേ ആയതിനു ശേഷം മാത്രമേ അവരൊരു തീരുമാനം എടുക്കുകയുള്ളൂ. പെട്ടെന്ന് എടുത്തു പിടിച്ച് ചാടി ഒരു തീരുമാനം എടുക്കുന്ന ഒരു പേഴ്സൺ അല്ല. നല്ല സമയം എടുത്തതിന് ശേഷം അവർ തീരുമാനം എടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ ബാക്കിലേക്ക് അത് വിട്ടിട്ട് പോകുന്ന ഒരു പേഴ്സൺ അല്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അവരിപ്പോഴും നിങ്ങളെ ഹൃദയത്തിനുള്ളിനുള്ളിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഒരു നിങ്ങളെ വിട്ട് കളഞ്ഞതായിട്ട് തോന്നിപ്പിച്ചാലും
അവർ മുഴുവനായിട്ടും നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പശ്ചാത്താപമുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഹാങ്ഡ് മാനും അതുപോലെ 7 ഓഫ് പെന്റിക്കിൾസിന്റെ കാർഡൊക്കെ അത് കാണിച്ചു തരുന്നുണ്ട്. അവർക്ക് വളരെയധികം ശക്തമായിട്ടുള്ള ഒരു റിഗ്രറ്റ് എനർജി കാണുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തത് ശരിയായ ഒരു തീരുമാനമാണോ, ഞാൻ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞു അല്ലെങ്കിൽ ഒഴിവാക്കി പോന്നു, അതൊരു തീരുമാനം ശരിയായിരുന്നോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവർ ഈ ഒരു ബന്ധത്തിൽ ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് വീണ്ടും വിലയിരുത്തുകയാണ്. ഞാൻ ഈ ഒരു ബന്ധത്തിനകത്ത് ഞാൻ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നോ, ഞാനാണോ കൂടുതൽ എഫേർട്ട് എടുത്തിരുന്നത്, അല്ലോ എൻ്റെ ഒരു പേഴ്സൺ, ഞാൻ വിട്ടുകളഞ്ഞ ഈ ഒരു പേഴ്സൺ ആണോ കൂടുതൽ എഫേർട്ട് എടുത്തിരുന്നത്, എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവർ എനിക്ക് വേണ്ടിയിട്ട് വളരെ ഒരു സാക്രിഫൈസ് ചെയ്തൊക്കെ നിന്നൊരു പേഴ്സൺ ആണ്, എന്നിട്ടും ഞാനൊരു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഞാനിത് ഇട്ടിട്ട് പോന്നല്ലോ എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഒരു തരം ഒരു എന്താ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സുകളാണ്. ഒരു വശത്ത് അവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, മറുവശത്ത് അവർ ചിന്തിക്കുന്നത് ഓക്കെ, ഞാൻ വളരെ കോൺഫിഡൻസ് ആണ്, അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഞാൻ ഒത്തിരി ചിന്തിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങളാണ്, ഞാൻ പ്രാക്ടിക്കലാണ്, ഞാൻ വളരെ സെൽഫ് ഫോക്കസ്ഡ് ആണ്, നല്ല തീരുമാനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഇതെനിക്കും അവർക്കും നല്ലതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഒരു വശത്ത് അവർ ചിന്തിക്കുമ്പോഴും അവർ പലപ്പോഴും അവർ ആ സത്യം മറച്ചു വെക്കുന്നു. അവരുടെ മനസ്സിനുള്ളിൽ തന്നെ ആ ഒരു സത്യം അവർ മൂടി വെക്കുകയാണ്. അവരെടുത്ത തീരുമാനം ശരിയാണോ, ആ ഒരു സത്യം, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ പല സമയത്ത് അവർ വരുന്നുണ്ട്, എങ്കിലും അത് മൂടി വെക്കുകയാണ് അവർ. എന്നിട്ട് പിന്നെ അവർ വീണ്ടും ചിന്തിക്കുന്നു അവരെടുത്ത തീരുമാനം ശരിയായിരുന്നോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുകയും അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് സമയമൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർട്സ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്, ഒരു ദിവസം അവർ ആ ഒരു സത്യാവസ്ഥ വ്യക്തമായിട്ടും അവർ മനസ്സിലാക്കും, താൻ എടുത്ത തീരുമാനം തെറ്റായി പോയി, ഇതായിരുന്നില്ല താൻ എടുക്കേണ്ടിയിരുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അത് നിങ്ങളെ അവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് തോന്നുന്ന ആ ഒരു പോയിന്റിൽ മാത്രമേ അവർക്കത് മനസ്സിലാവുകയുള്ളൂ. എനിക്ക് ഈ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇനി എനിക്ക് തിരികെ കിട്ടില്ല എന്ന് മനസ്സിലാകുന്ന ആ ഒരു സമയത്ത് അവർ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് അവർക്ക് ആ ഒരു സത്യാവസ്ഥ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ്. അവർക്ക് എപ്പോഴും വളരെയധികം നിങ്ങളോട് ഫീലിങ്സുകൾ ഉണ്ട്. അതാണ് നമുക്ക് ക്യൂൻ ഓഫ് കപ്സ്, ടെമ്പറൻസ് കാർഡൊക്കെ കാണിച്ചു തരുന്നത്. അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈ കാർഡുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ ഈ ഒരു സമയത്ത് സ്വന്തം മനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവർക്ക് ഓൾറെഡി അവർ ചെയ്ത് അല്ലെങ്കിൽ അവരെടുത്ത ആ ഡിസിഷൻ നിങ്ങളെ മാറ്റി നിർത്തി പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പോയത് എന്ന രീതിയിൽ അവരുടെ ഒരു വശം ന്യായീകരിച്ച് താൻ എടുത്ത തീരുമാനം എല്ലാം കറക്റ്റ് ആയിരുന്നു, ഓക്കെ അങ്ങനെയാണ്, ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു എപ്പോഴും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണല്ലോ നമ്മൾ ന്യായീകരിക്കുക. അങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ടാകുന്നുണ്ട്, കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു പേഴ്സൺ ഇത്രയും എഫേർട്ട് ഇട്ട് ഇതിന് നിന്നിട്ടും അവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങൾക്ക് എന്നെ കെയർ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട് എന്നൊക്കെ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇവരെനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാനാണ് കുറച്ച് എഫേർട്ട് ഇട്ടത്, അവർ കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഒരു ഹീലിംഗ് എനർജി കൂടിയാണ്. അപ്പോൾ അവരുടെ വേദന ഒരു ശാന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവർ നിങ്ങളെ ഒരു ലൈഫ് ടൈം പാർട്ട്ണറായിട്ട് ആണ് കണ്ടിരുന്നത് എന്ന് അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ പോയ സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തോ ഒന്നും അവർക്ക് ആ ഒരു കാര്യം തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോഴവർ മനസ്സിലാക്കുന്നു, ഒരു ലൈഫ് ടൈം ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അവർ നോക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. അപ്പം അവർ ഉറപ്പായിട്ടും തിരികെ വരാനായിട്ടുള്ളൊരു സാധ്യത നമ്മളിവിടെ കാണുന്നുണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസ് അതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതൊരു മന്ദഗതിയിലായിരിക്കും, പെട്ടെന്ന് അവർ വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ തിരികെ വരും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്നോർത്ത് നിങ്ങൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത്. കുറച്ച് ഡിലേ ഉണ്ടാകും, അതൊരു മന്ദഗതിയിലായിരിക്കും എന്ന് തന്നെയാണ് കിങ് ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അവര് ശരിക്കും പറയാൻ നമ്മളിതിൻ്റെ ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്, അവർക്ക് നല്ല കുറ്റബോധവും ഉണ്ട്. അപ്പോൾ നിങ്ങളെ മുഴുവനായിട്ടും അവർ മനസ്സിൽ നിന്ന്
കളഞ്ഞിട്ടില്ല, ഇറക്കി വിട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഒരു ഈഗോ അവരെ നിങ്ങളിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് വരാനായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് തടയുന്നു. ഈ ഒരു ഈഗോയാണ് അവരെ തടഞ്ഞു നിർത്തുന്നത് എന്നാണ് കാണാനായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ബന്ധം ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്, ഒരു കർമ്മ. അതായത് നിങ്ങൾ ഈ ഒരു സെയിം രീതിയിൽ ആരോടെങ്കിലും പെരുമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഈ സെയിം എക്സ്പീരിയൻസ് മറ്റുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും വന്നു ചേരേണ്ടതുണ്ട്. അതിന്റെ ഒരു വേദനയും വിഷമങ്ങളും എന്താണ് എന്ന് നിങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറെ ആളുകൾക്ക് അതൊരു കർമ്മ ആയിട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്കുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ എന്തിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഏത് സിറ്റുവേഷനാണോ നിൽക്കുന്നത്, ആ ഒരു സിറ്റുവേഷനും വളരെ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തികളൊക്കെ ഒബ്സർവ് ചെയ്യുക, അവരുടെ വാക്കുകളിൽ മാത്രം വിശ്വസിക്കരുത് എന്ന് നമുക്ക് ഡയറക്റ്റ് മെസ്സേജാണ് കിട്ടുന്നത്. അവർ പല കാര്യങ്ങളും പറയും, ചിലപ്പോൾ നിങ്ങളോട് താല്പര്യമില്ല, നിങ്ങളിപ്പോൾ പൊക്കോ എന്നുള്ള രീതി വരെ പറഞ്ഞാലും ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു പ്രവൃത്തികളിലാണ് വിശ്വസിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ആത്മവിശ്വാസം നിലനിർത്താനായിട്ട് ശ്രമിക്കുക. കൂടുതലും ഒത്തിരി ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി ആളുകൾ, ചുറ്റുമുള്ള ആളുകൾ ചേർന്നിട്ട് ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന എനർജീസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ യൂണിവേഴ്സ് ഡയറക്റ്റ് വരുന്നത്. ആത്മവിശ്വാസം നിലനിർത്തുക എന്നൊരു ഗൈഡൻസ് മെസ്സേജ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സെയിം കാർഡ് വെച്ചിട്ട് അവർ തിരിച്ചു വരുമോ, ഇവിടെ വരാനുള്ളൊരു സാധ്യത നമുക്ക് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ തിരിച്ചു വരുമോ എന്നുള്ളത് സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് നോക്കാം. അപ്പം ഇവിടെ മെയിൻ ആയിട്ടും ഹാങ്ഡ് മാനും അതുപോലെ ടെമ്പറൻസ് കാർഡ്, പിന്നെ ഓഫ് കോഴ്സ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, പിന്നെ ജസ്റ്റിസ്. ഇത്രയും കാർഡുകളാണ് അവരുടെ ഒരു തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്ന കാർഡുകൾ. അപ്പൊ ഇത് ഉടനെ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി അല്ല, അവരിപ്പോ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. പെട്ടെന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഒരു ഹീലിംഗ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യാനായിട്ട് ഒരു സാധ്യത ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഒരിക്കലും ഇവര് തിരിച്ചു വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വരും എന്ന് പറയുന്ന സമയത്ത് ആരും വിചാരിക്കരുത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന രീതിയിൽ ചിന്തിക്കരുത്. പക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരും, ഇന്നോ നാളെയൊക്കെ അവർ വിളിക്കും, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യും, കാണാനായിട്ട് ശ്രമിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കേണ്ടതാണ്. ഒരു ഡിലേ ഉണ്ട്, ഹീലിംഗ് നടക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ പേഴ്സണും ഇവിടെ ഹീലിംഗ് അത്യാവശ്യമാണ് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ജസ്റ്റിസ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാർമിക് റിയലൈസേഷൻ സ്റ്റേജിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് തിരികെ വരുമ്പോൾ ഓക്കെ, ഞാനത് ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, ആ ഒരു ടൈമിൽ ഞാൻ ആ ഒരു പേഴ്സണ് കൊടുത്ത അതേ സെയിം എക്സ്പീരിയൻസ് എനിക്ക് വരുന്നു. അപ്പം എനിക്കതിൻ്റെ ഒരു വേദനയും വിഷമവും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്ക് പോകുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. അപ്പൊ അവർക്കും ആ ഒരു സത്യം മനസ്സിലാവുമ്പോൾ അവര് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ആ ഹീലിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ആക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ജസ്റ്റിസ് കാർഡിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും. പക്ഷെ അവർ ആക്ഷനിൽ വരുമ്പോൾ അത് സ്റ്റഡി ആയിട്ടുള്ളതായിരിക്കും, ഒരു സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺ കാർഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവര് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അത് വളരെ ഒരു മന്ദഗതിയിലായിരിക്കും എന്നുള്ളതാണ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ജസ്റ്റിസ് വരുന്നതോടുകൂടി അവിടെ ഒരു ആക്ഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാകും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോ എപ്പോ അവർ വരും, ഈ ഒരു എക്സാക്ട് ഡേറ്റ് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു എനർജി പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 7 വീക്സ് മുതൽ ഒരു 7 മന്ത്സ് വരെ നമുക്കൊരു റിഫ്ലക്ഷൻ പീരീഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അതിനുള്ളിൽ ഇത് നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു സ്ലോ മൂവ്മെന്റ്സ്, അതായത് ചെറിയ രീതിയിലെങ്കിലും നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു 2 to 4 മന്ത്സിനുള്ളിൽ ആ ഒരു ഫ്രെയിം ഒന്ന് സ്ട്രോങ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാര്യങ്ങൾ, സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് മാറി മറിഞ്ഞു വന്ന് എല്ലാം ഒന്ന് ഓക്കെ ആകാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പം ഒരു പെന്റക്കിൾസിന്റെ കാർഡ് വരുന്നതോട് തന്നെ നമുക്കിവിടെ ഒരു പ്രാക്ടിക്കൽ ടൈമിങ് ആവശ്യമാണ് എന്ന് പറയാനായിട്ട് പറ്റും. അതായത് ഇമോഷണലി ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഈ ഒരു സമയത്ത് കൂടി നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളോട് ഒത്തിരി റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പൊ ആ ഒരു പ്രാക്ടിക്കലായിട്ട് ഇതൊന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് വരാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ 7 വീക്സ് മുതൽ 7 മന്ത്സ് വരെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു ഇതിനുള്ളിൽ ഇത് നടക്കുമായിരിക്കും, ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
ഒരു ശക്തമായിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 2 മുതൽ 4 മാസം വരെ ഉള്ളതിനിടയിലാണ് ഇത് ഒരു കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളത്. അതിനു മുന്നും ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഫേസ് ഉണ്ടാകും. അതിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ കൂടുതൽ ആളുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ അവർ തിരിച്ചു വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവിടെ ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ അവർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സമയമെടുക്കും. ഒരു 2 തൊട്ട് 4 മാസം വരെയുള്ള സമയത്ത് ഒരു സ്ട്രോങ് എനർജി തിരിച്ചു വരാനുള്ള സ്ട്രോങ് എനർജീസ് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഒരു റിയലൈസേഷൻ പീരീഡ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആ ഒരു മൂവ്, ഒരു ആക്ഷൻ അവരിൽ നിന്ന് ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക, പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അതൊക്കെ ഒന്ന് സ്പീഡാകാനും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുമായിട്ട് ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഇവര് ഫസ്റ്റ് ഒരു കോണ്ടാക്ട് എങ്ങനെയായിരിക്കും? ഒരു കോൾ ആയിട്ടായിരിക്കോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടായിരിക്കോ, നിങ്ങളെ വന്ന് നേരിട്ട് കാണുമായിരിക്കോ, എങ്ങനെയായിരിക്കും ഈ ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഫസ്റ്റ് കോണ്ടാക്ട് എന്ന് നമ്മൾ ഈ സെയിം കാർഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കോണ്ടാക്ട് രീതിയെ കുറിച്ച് പറയുമ്പോൾ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയിലേക്കോ, ഇതൊരു സ്ലോ ആയിട്ടുള്ള കെയർഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഒരു സഡൻ ഒരു ഡ്രാമാറ്റിക് എൻട്രി അല്ല, അതായത് നേരിട്ട് വന്ന് നിങ്ങളിലേക്ക് വന്ന് സംസാരിക്കുക അങ്ങനെയൊന്നുമല്ല. ഒരു മെസ്സേജ് ആയിരിക്കാം വരാനായിട്ട് ചാൻസ് ഉള്ളത്. ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വഴി ഏതെങ്കിലും ഓൺലൈൻ കോണ്ടാക്ട് ഒക്കെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് വരും. പിന്നെ ഒരു ഹെർമിറ്റ് കാർഡ് നോക്കുമ്പോൾ അവർ ഡയറക്റ്റ് ഒരു നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് മുഖാമുഖം കണ്ട് കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ അത് അവോയ്ഡ് ചെയ്യുമെന്ന് തന്നെയാണ് വീണ്ടും വരുന്ന കാർഡിൽ വരുന്നത്. ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഒരു സഡൻ കോളൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ആദ്യം ഒരു സൈലന്റ് മെസ്സേജ് ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത്, റീസ്റ്റാർട്ട് വരുന്നത്. പിന്നെ 4 ഓഫ് പെന്റിക്കിൾസിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ ഇമോഷണൽ ആയിട്ട് ഓപ്പൺ ആകാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ടായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മെസ്സേജ് വഴിയായിരിക്കും അവർ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരിക. അപ്പോൾ ഒരു കോൾ ഉണ്ടാകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ പോസിബിലിറ്റി ഉണ്ടെങ്കിലും അത് സെക്കൻഡ് സ്റ്റേജിലേക്കാണ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ആദ്യമത്തെ സമയങ്ങളിലൊക്കെ ഒരു മെസ്സേജോ അങ്ങനെയൊക്കെ ആയിട്ട് വരും. പിന്നീട് ഒരു 2 to 4 monthsലാണ് കൂടുതലായിട്ട് നമുക്കൊരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയിൽ വരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു 2 തൊട്ട് 3, 4 monthsനുള്ളിൽ ഒരു കോളിനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജസ്റ്റിസും ടെമ്പറൻസും കാണിക്കുന്നത് അവർ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രമേ സീരിയസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്ക് വരൂ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു കോളോ മെസ്സേജോ ഏത് രീതിയിലായിരിക്കും നിങ്ങളിലേക്ക് വരിക എന്ന് വെക്കുമ്പോൾ ആദ്യം ഒരു ചെറിയ ടെക്സ്റ്റ് മെസ്സേജും പിന്നീട് ഗ്രാജുവലി ഒരു കോളായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഒരു പ്ലാനിങ് സ്റ്റേജിലാണ് ഇവരിപ്പോൾ ഉള്ളത്. ആ ഒരു പ്ലാനിങ്ങിന് ശേഷം അവർ നിങ്ങൾക്കൊരു ചെറിയ മെസ്സേജ് ടെക്സ്റ്റ് വഴി അയക്കാനുള്ള ചാൻസാണ് നമുക്കിവിടെ ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് 1987 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ ലെറ്റർ ജെ നമുക്കിവിടെ വരുന്നുണ്ട്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 2005 വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 1 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്കിവിടെ കിട്ടുന്നത് 1977 എന്ന് പറയുന്നൊരു വർഷമാണ്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. നമ്പർ 38, സെപ്റ്റംബർ മന്ത്, 2003 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത്, 1977, 1978, ഓഗസ്റ്റ് മന്ത്, ചോക്ലേറ്റ് ലവർ, നമ്പർ 6, യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. നമ്പർ 48, 2001, ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ജാനുവരി മന്ത്, ടെക് പരമായ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കാം. നേച്ചർ, പ്രകൃതിയെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് നെയിൽ, ലോങ് നെയിൽ ഉള്ള വ്യക്തികളാകാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ 1980 എന്ന് പറയുന്നൊരു വർഷമാണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനോട് ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.